മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മൾ നേരെ ഷിരൂരിലേക്ക്, കർണാടകയിൽ ഉത്തര കർണാടകയിലെ അറ്റത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, അർജുന്റെ മടങ്ങി വരുവാനായി നമ്മൾ ദിവസങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷേ ആ രക്ഷാദൌത്യം അത് ഊർജിതമായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ്. എന്ന് മാത്രമല്ല കെ വി ബൈജു അവിടെ തുടരുന്നുണ്ട് ഷിരൂരിൽ. ബൈജു, 6:30 ആരംഭിച്ചു രക്ഷാദൌത്യം. തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരുന്നു രാവിലെ 6:30. നിലവിലത്തെ സാഹചര്യം എന്താണ് ബൈജു? ഈ പ്രതികൂല സാഹചര്യങ്ങൾ കാലാവസ്ഥയൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്? അനുകൂലമാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. എൽദോ, ഏതായാലും വലിയ പ്രതികൂല കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനിടയിൽ തന്നെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ആരെയും തന്നെ കടത്തിവിടുന്നില്ല. അതിപ്പോൾ അല്പസമയം മുമ്പ് വന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് കാസർഗോഡ് നിന്നുള്ള പ്രത്യേക സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘവും എത്തി. അവർക്കും ആ പ്രദേശത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ആരെയും കടത്തിവിടാത്ത രീതിയിലുള്ള ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയുമില്ല. ഈ ബന്ധുക്കളെ ഇന്നലെ വരെ ബന്ധുക്കളെ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് കടത്തിവിട്ടിരുന്നു. പക്ഷെ അവരെയും ഇപ്പോൾ ഇവിടെ തടഞ്ഞു. ആരെയും തന്നെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും അല്പസമയം മുമ്പ് സമയത്തിനകം തന്നെ ഇവിടുത്തെ എസ് പി എത്തും. അദ്ദേഹത്തോട് ഈ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അങ്ങോട്ട് കടക്കാനുള്ള അനുവാദം ചോദിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം അനുവദിച്ചിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. അത്തരത്തിൽ ഒരാളെ പോലും, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്നും അതായത് കേരളത്തിൽ നിന്നും ഉൾപ്പെടെ എത്തിയ ഉദ്യോഗസ്ഥരെ പോലും കടത്തിവിടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അത്തരം കാര്യങ്ങളാണ് ഇവിടുന്ന് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും എല്ലാ സേനാ വിഭാഗങ്ങളും NDRF-ഉം അതുപോലെ തന്നെ SDRF-ഉം ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എല്ലാവരും ഏകോപിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുക എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യം 6:30 തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ 6 മണിയോടുകൂടി തന്നെ ഈ സംഘങ്ങളെല്ലാം തന്നെ രക്ഷാദൌത്യത്തിനായി ഇവിടെ എത്തിയിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷ ഇന്ന് വെച്ചു പുലർത്തുന്നുണ്ട്. കുടുംബം ഉൾപ്പെടെ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തുണ്ട്. ഇത് ഷിരൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന് 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചൽ നടന്ന പ്രദേശം. ആ പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചൽ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ടാണോ ഇത്തരത്തിൽ കടത്തിവിടാത്തതെന്ന് അറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിലിന് സഹായകരമായി എത്തിയവരെയും ആ ഭാഗത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. അവർ ഇപ്പോൾ SP-യുമായി ബന്ധപ്പെടാൻ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവരെല്ലാം തിരിച്ചു വരും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ പറഞ്ഞത് പ്രധാനമായും ഇനിയും ഒരുപാട് മണ്ണുകൾ ഈ വാഹനത്തിന് മുകളിൽ കൂടിയിട്ടുണ്ടാവും. അതൊക്കെ മാറ്റിയാൽ മാത്രമേ ഈ ലോറിയുടെ കൃത്യമായി ഏത് സ്ഥാനത്താണുള്ളത് കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. റഡാർ പോലുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ ഇത് കാര്യക്ഷമമായ തിരച്ചിൽ നടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു. ഈ തിരച്ചിൽ എത്രത്തോളം പുരോഗതിയുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അവിടെ നിന്നുള്ള ഒരു ദൃശ്യങ്ങളും നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഉദ്യോഗസ്ഥർക്ക് പോലും എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. അതുതന്നെയാണ് കുടുംബാംഗങ്ങളും ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചത്. എന്തുകൊണ്ട് നമ്മളെ കടത്തിവിടുന്നില്ല, നമ്മൾക്കും ഇത് ഏത് രീതിയിലാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടക്കുന്നതെന്ന് അറിയണമെന്ന ഒരു ആവശ്യമാണ് അവർ പറഞ്ഞത്. ഏതായാലും SP-യോട് അവർ പരാതിപ്പെടും. അല്പസമയത്തിന് SP-യോട് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഇത്തരത്തിൽ രക്ഷാ ദൌത്യ സംഘങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഊർജിതമായി നടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പുഴയിൽ ഏതായാലും ഒഴുക്കിൽപ്പെട്ടോ മറ്റ് ആ രീതിയിലോ അപകടം സംഭവിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഈ കടയിൽ, അതായത് ഇവിടെ ഈ വാഹനങ്ങൾ നിർത്തിയിടുന്ന വിശ്രമിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുമാണ് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ചൊവ്വാഴ്ച തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അതായത് 7 പേരായിരുന്നു. 2 കുട്ടികളും 3 സ്ത്രീകളും 2 പുരുഷന്മാരും. അത്തരത്തിൽ 7 പേരുടെ മൃതദേഹം അന്ന് തന്നെ ലഭിച്ചു. പിന്നീട് കാര്യമായ തെരച്ചിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഈ വലിയ വാർത്ത വരികയും അതിനുശേഷമാണ് ചെറിയ തോതിലെങ്കിലുമുള്ള ഈ തിരച്ചിൽ ആരംഭിച്ചത്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷ കുടുംബവും പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ തിരച്ചിലിൽ എന്തെങ്കിലും ഒരു നല്ല ഒരു വാർത്ത പുറത്തുവരും എന്ന ഒരു വലിയ പ്രതീക്ഷ കുടുംബം പുലർത്തുന്നുണ്ട്. എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഈ കാസർഗോഡ് നിന്നും എത്തിയ പോലീസ് സംഘത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ലഭിക്കും. അവർക്ക് ആ പ്രദേശത്തേക്ക് കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. അവരും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ എന്താണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഏത് രീതിയിലാണ് തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നമുക്ക് ലഭിക്കുന്നില്ല. അവിടെ നിന്നുള്ള ഒരു ദൃശ്യങ്ങളും നമുക്ക് ചിത്രീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എൽദോ ഇപ്പോൾ നിലവിലുള്ളത്. ബൈജു,
മനസ്സിലായി. അവിടെ അങ്ങോട്ട് നമുക്ക് കയറാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ അവർ തരുന്നുണ്ടോ? ഇപ്പോൾ എന്തായി ദൗത്യം, അത് ഏതൊക്കെ ഘട്ടത്തിലേക്ക് എത്തി, എന്തൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, അത്തരത്തിലുള്ളൊരു വിശദീകരണം നൽകുക എന്നുള്ള ബാധ്യതയെങ്കിലും ചെയ്യേണ്ടേ? അത് ഉണ്ടാകുന്നുണ്ടോ അവിടെ? എൽദോ, ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി വിവരങ്ങൾ പങ്കുവെക്കാൻ പറ്റിയ ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് വലിയ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ JCB ഉപയോഗിച്ചായിരുന്നു മണ്ണ് നീക്കം ചെയ്തിരുന്നത്. പിന്നീട് അത് ലോറിയിൽ കയറ്റി ഇവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ഈ കുടുംബമൊക്കെ ആരോപിക്കുന്നത് പോലെ തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ഇവർ വലിയ പ്രാധാന്യം ഇന്നലെയൊക്കെ കൊടുത്തിരുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളുമായിരുന്നു ഇന്നലെ പോയതെങ്കിൽ ഇന്ന് അർജുനെ കണ്ടെത്തുക എന്നത് ഇവർക്ക് വലിയ സമ്മർദ്ദം ഉദ്യോഗസ്ഥരുടെ മേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉറപ്പ്. ആ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് SP ഇവിടെ അല്പസമയത്തിനകം എത്തും. ആദ്യം മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന്റെ സഹകരണം കൂടി ഉണ്ടായെങ്കിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ നേരിട്ട് ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബവും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾക്കും ആ പ്രദേശത്ത് കാണണമെന്നായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ തെരച്ചിലിന് സഹായകരമായ കാര്യങ്ങളുമായിരിക്കും ഈ MBD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ സൈബർ വിദഗ്ധർ കാസർഗോഡ് നിന്നുള്ള ഈ ഫോണുമായി ബന്ധപ്പെട്ട അവസാന ലൊക്കേഷനൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം പരിശോധനകൾ നടത്തിയ സൈബർ ടീം ഉൾപ്പെടെ എത്തിയിട്ടും അവർക്കും ഈ ഭാഗത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അത്ര വലിയൊരു മഴ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. മഴ കുറവാണ്. എന്നിട്ടും മണ്ണിടിച്ചലിന്റെ പേര് പറഞ്ഞാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഒരു വ്യക്തത വരുന്നില്ല. എന്തായാലും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമുണ്ട്. തിരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചു. അത് എത്രത്തോളം അംഗങ്ങളുണ്ട് തിരച്ചിൽ നടത്തുന്ന കാര്യത്തിൽ ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എൽദോ, റൈറ്റ്. ബൈജു, ഒരു കാര്യം കൂടി. ഇപ്പോൾ നമ്മൾ ആദ്യം ഈ അർജുന്റെ വീട്ടിൽ നിന്ന് അവർ കുടുംബാംഗങ്ങൾ സഹോദരി സംസാരിച്ചിരുന്നു തത്സമയം. ഇപ്പോൾ സഹോദരി പറഞ്ഞൊരു കാര്യം, ഇവർ പോലീസിനെ ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവിടെ മിസ്സിംഗ് കേസ് ഉണ്ട്, മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് തന്നെ അന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്സിംഗ് സാഹചര്യം ഉണ്ടെങ്കിൽ അതിലൊരു അന്വേഷണം അവിടെ നടന്നില്ലേ? ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ മണ്ണിടിച്ചിൽ സംഭവിച്ചു, ഈ 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നുള്ളത് ശരി തന്നെ. അപ്പോഴും ഈ ബൈജുവിന്റെ മിസ്സിംഗ് കേസൊക്കെ അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നില്ലേ കർണാടക പോലീസിന്? തീർച്ചയായും അത് കുടുംബവും നേരത്തെ പറഞ്ഞത് ഇതില് മിസ്സിംഗ് കേസിൽ FIR പോലും ഇടാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നൊരു ആക്ഷേപം കുടുംബം നേരത്തെ തന്നെ ഉന്നയിച്ചാണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് FIR പോലും ഇടാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നടപടികൾ വലിയ തോതിൽ ആക്ഷേപം ഉണ്ടാക്കുന്ന നടപടികൾ തന്നെയാണ് തുടക്കത്തിൽ മുതൽ തന്നെ ഇവിടെ ഉണ്ടായത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ആ തിരച്ചിലൊക്കെ അന്ന് തന്നെ അവസാനിപ്പിക്കുക. അതായത് ചൊവ്വാഴ്ച ഈ സംഭവം നടന്ന് അന്ന് വൈകിട്ടോടു കൂടി തന്നെ തിരച്ചിലൊക്കെ അവസാനിപ്പിച്ച് 7 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന തരത്തിൽ പത്രക്കുറിപ്പും പുറത്തിറക്കി ഇവിടെ നിന്നും ഈ രക്ഷാപ്രവർത്തകർ പിൻവലിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ അർജുന്റെ കാര്യം വന്നപ്പോഴാണ് ഇപ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദം വരികയും പിന്നീട് ഇത്തരത്തിൽ തിരച്ചിൽ ഊർജിതമാക്കിയത്. ഇതിൽ നാട്ടുകാർ 2-3 പേർ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന ആക്ഷേപം നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ചെവി കൊള്ളാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ വലിയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത്. ഇന്നാണ് അല്പമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിൽ ഊർജിതമായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും ആ സ്ഥലത്തിപ്പോ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആംബുലൻസ് ഉൾപ്പെടെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. രാവിലെ 3 ആംബുലൻസ് ആണ് ആ ഭാഗത്തേക്ക് പോയത്. എന്താണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്നത്, ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ കാര്യത്തിൽ ഏതെങ്കിലും പങ്കുവെക്കാനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. അവർ ഫോൺ എടുക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ കുടുംബം വിളിച്ചപ്പോഴും ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഫോൺ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായി കുടുംബവും ഒപ്പം നമ്മളൊക്കെ ഈ പ്രദേശത്ത് കാത്തിരിക്കുന്നത്. എനിക്ക് പിറകിൽ 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചൽ ഉണ്ടായത്. എന്നാൽ മണ്ണിടിച്ചൽ ഇനിയും ഉണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തിവിടാൻ ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അന്വേഷണം, അതായത് ഇത് സംബന്ധിച്ച് കൂടുതൽ സഹായകരം ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെ പോലും
പോലും ഈ കടത്തിവിടാത്ത ഒരു സാഹചര്യം, അത്രത്തോളം വലിയൊരു സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത്രത്തോളം മഴ ഇപ്പോൾ ഏതായാലും മഴ മാറി നിൽക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. ചാറ്റൽ മഴ, ചെറിയ നേരിയ തോതിലുള്ള ചാറ്റൽ മഴയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ന് മഴ. ഇനി തെളിഞ്ഞ കാലാവസ്ഥയും രൂപപ്പെടുന്നുണ്ട്. അത് ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്രത്തോളം വലിയ മണ്ണിടിച്ചിലൊന്നും ഇതുവരെ ഇതിന് ശേഷം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. മണ്ണിടിച്ചിൽ സാധ്യത എന്നാണ് ഇവർ പ്രത്യേകിച്ച് പറയുന്നത്. എന്തായാലും അലംഭാവം, ഇക്കാര്യത്തിൽ വലിയ അലംഭാവം നേരത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഇന്ന് ഏത് രീതിയിലൊക്കെയാണ് ഇവർ അത് പരിഹരിക്കുക അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുക എന്നത് നമുക്ക് ഇനി കണ്ടറിയേണ്ടതുണ്ട്. മാത്രമല്ല ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണത്തിൽ നിന്നും അതിൽ ഇനി ഏതൊക്കെ തരത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന കാര്യത്തിലും വ്യക്തത വരാറുണ്ട്. എന്തോ രക്ഷാപ്രവർത്തനം അത് തുടരുന്നുണ്ട്. പക്ഷേ അതിലൊരു അലംഭാവം ഉണ്ടായി എന്നുള്ള കുടുംബത്തിന്റെ പരാതി അത് നിശ്ചയമായും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുടുംബാംഗങ്ങൾ പറയുന്ന പോലെ ഒന്ന് അല്പം കൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് അർജുനെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു വീട്ടിലേക്ക് എന്നുള്ളതാണ് വാസ്തവമാണ്. എന്തായാലും